ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ വിചാരിച്ചതല്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ജസ്റ്റ് നമ്മളൊരു സ്റ്റോറിയിൽ എൻ്റെ നോട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. അങ്ങനെ പോസ്റ്റായിട്ടൊന്നും ജസ്റ്റ് സ്റ്റോറിയിലിട്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് ഏകദേശം സ്റ്റോറി കണ്ടതിൽ കൂടുതൽ പേരും ചോദിച്ചു നോട്ട്സ് എഴുതിയത് നല്ല രസമുണ്ട് കാണാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ഒരു ട്യൂട്ടോറിയലായിട്ട് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നോട്ട്സ് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നോട്ട്ബുക്കാണ്. ഇതിൻ്റെ 5mm സ്പൈറൽ നോട്ട്ബുക്ക് എന്നാണ് പറയാം. ഇത് ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങളുടെ കൂടുതലും കൊച്ചുങ്ങളായിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് എന്താണോ അലൗഡ് അത് മാത്രമേ നിങ്ങൾ യൂസ് ആക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ക്ലാസ്സിൻ്റെ ഇതാണ്, ഞാൻ നോട്ട്സാണ് എഴുതുന്നത്. ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഹാക്കയിലാണ് കേട്ടോ പഠിക്കുന്നത്, ഹാരിസൺ കോ അക്കാദമിയിൽ. അപ്പോൾ അവിടെ എനിക്ക് നോട്ട്സ് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലല്ലോ, ഞാൻ വലിയ മുതുക്കിയായില്ലേ. അപ്പോൾ നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് ഏതാണോ നോട്ട്സ് പറയേണ്ടത് അത് മാത്രമേ യൂസ് ആക്കാം. പക്ഷേ ഞാനീ പറയുന്ന ടിപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ നോട്ട് ഞാൻ എന്തിനാണ് യൂസ് ആക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ചെറുപ്പം മുതലേ ഉള്ളൊരു ഇഷ്യൂ ആണ്, എന്തെഴുതുന്നതും നീറ്റിൽ എഴുതണം. ഞാൻ എഴുതിയില്ലെങ്കിൽ എഴുതിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എഴുതണ സംഭവം നല്ല നീറ്റിൽ എനിക്ക് എഴുതണം. പലപ്പോഴും ആ ഒരു ഇഷ്യൂ കാരണം എനിക്ക് നല്ല സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നല്ല സ്ട്രഗിളാണ്. കാരണം എനിക്ക് ഈ നോട്ട് ഇങ്ങനെ നീറ്റില്ലെന്ന് തോന്നുന്നു, അത് പേജ് പറിച്ച് കളയുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അന്ന് എനിക്കത് ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്. ഞാൻ മാത്രമല്ല പലരും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പം എൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് പഠിക്കുക. ഹാൻഡ് റൈറ്റിംഗ് പഠിക്കാൻ പറ്റും. അതൊരു ഇൻബോൺ ടാലൻ്റ് അല്ല, അത് ആർക്ക് വേണമെങ്കിലും ഏത് ഏജിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ടാലൻ്റാണ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ, പേജ് പറിച്ച് ചാടേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പേപ്പർ ഇങ്ങനെ ഇതുപോലെ ബോക്സ് ആയിട്ടാണ് വരിക. ഞാൻ ഈ ബോക്സിൽ കുറച്ചും കൂടി എഴുതുമ്പോൾ എനിക്ക് എഴുതണ സംഭവം നല്ല നീറ്റായിട്ട് കിട്ടും. അതിനാണ് കേട്ടോ ഞാനിത് യൂസ് ആക്കണത്. എനിക്കിഷ്ടമാണ്. പിന്നെ കാലിഗ്രാഫി വീഡിയോസും ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ മേടിക്കണത്. വലിയ റേറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആമസോണിൽ നോക്കിയാൽ കാണുമായിരിക്കും. ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെണ്ണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഞാനൊരു ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രെയിനറാണ്. സോ അതിൻ്റെ ഒരു ഭ്രാന്ത് കൊണ്ടുണ്ടെന്നറിയില്ല, ചിലപ്പം പേയ്മെൻറ്റ് നോക്കാതെയും പല തോന്നണ പെന്നൊക്കെ ഞാൻ മേടിച്ച് വെക്കും. അത് കാണുമ്പം ശരിക്കും അത് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള മഷി തീരണത് വരെ വേറൊരു പെന്നും വാങ്ങില്ല എന്നുള്ളത് എന്താണ് പറയുക, ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കില്ലേ, അതുപോലെ ചെയ്തതാണ്. സോ പക്ഷേങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്, ഞാൻ ഏകദേശം അധിക ബ്രാൻഡിൻ്റെയും പെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് പെന്നാണ്. പക്ഷേ ഈ റെഡ് പെന്ന് ഞാനിപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പെന്നിൻ്റെ പേര് ഓർമ്മയില്ല, സോറി. ഞാനതിൻ്റെ പേര് നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെന്ന്. ജസ്റ്റ് 10 രൂപ മാത്രമേ ഉള്ളൂ, എല്ലാ സ്റ്റേഷനറിയിലും കിട്ടും. അതും എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ ചില സ്കൂളിൽ ഫൗണ്ടൻ പെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ക് വരണ പെന്നൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അതും നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു പെന്ന് മേടിക്കുമ്പോഴും നിങ്ങളുടെ സ്കൂൾ ആവശ്യത്തിന് മേടിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പർ കൊണ്ടുപോവുക. എന്നിട്ട് അതൊന്ന് എഴുതി നോക്കുക. അതായത് നിങ്ങൾ ബോൾ പെന്ന് അങ്ങനത്തെ പെന്നൊന്നും നല്ല യൂസ് ആക്കാൻ ആഗ്രഹം, വേറൊരു ജെൽ പെൻ ടൈപ്പൊക്കെ യൂസ് ആക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ആ ഒരു നോർമൽ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പറിൽ എഴുതി നോക്കാം. അത് ഇങ്ക് നെക്സ്റ്റ് പേജിലേക്ക് ലീക്ക് ആകുന്നുണ്ടോ നോക്കാം. ലീക്ക് ആയില്ലെങ്കിൽ മാത്രം ഇത് യൂസ് ആക്കാം. ഞാനീ പറയുന്ന റെഡ് പെന്ന്, ഞാൻ കാണിച്ച റെഡ് പെന്നുണ്ടല്ലോ, അതെന്താണ് ഓർമ്മ ഇട്ടിരുന്നില്ലോ, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ലെറ്റേഴ്സ് എഴുതുന്നത്. ഞാൻ യൂസ് ആക്കണത് പ്രിൻ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത പോലെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ സാവിയ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഫ്രീ കോഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഫ്രീ ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യാം. നമ്മളൊരു
എന്താ പറയേണ്ടത്, ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ ഞാനൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ക്ലാസ്സസൊക്കെ. അതുപോലെ തന്നെ സ്റ്റുഡൻസും, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഫ്രീ ക്ലാസ് ആകുമ്പം എല്ലാവരും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനി ഞാൻ ലോഞ്ച് ചെയ്യാൻ പോണത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കുട്ടികൾക്കും വലിയവർക്കും യൂസ് ആവുന്ന രീതിയിൽ, പക്ഷേ ക്ലാസ്സസ് കുട്ടികൾക്കുള്ളതായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും, വലിയവർ കാണുന്നുണ്ട് ബോറടിക്കും. ആ ഒരു 4 വയസ്സ് മുതൽ ഒരു 10 വയസ്സിലുള്ള കുട്ടികൾക്കുള്ളൊരു ഫ്രീ ഹാൻഡ് റൈറ്റിംഗ് കോഴ്സാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് ഫ്രീ കോഴ്സ് കൊടുക്കുന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.